മനുഷ്യന് ഈ ഭൂമിയിൽ വളരെ അന്തസ്സായിട്ട് ജീവിക്കുന്നതിനാവശ്യമുള്ള എല്ലാ വിഭവങ്ങളും എല്ലാ കഥാപാത്രങ്ങളും ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ മനുഷ്യൻ്റെയും സ്വഭാവവിശേഷങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു മഹാഗ്രന്ഥമാണ് നമ്മളുടെ പൗരാണിക ഗ്രന്ഥമായ മഹാഭാരതം. അതിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിച്ചാൽ എല്ലാ രീതിയിലും സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ചും സാമൂഹ്യ മര്യാദകളെക്കുറിച്ചും വളരെ ആഴത്തിലുള്ള അറിവ് നമുക്ക് ലഭിക്കും. മഹാഭാരതവും രാമായണവും മാത്രം വായിച്ചു കഴിഞ്ഞാൽ, നന്നായിട്ട് ആ കഥാപാത്രങ്ങളെ വിലയിരുത്തി വായിച്ചാൽ രണ്ടാവർത്തി വായിക്കണം. മറ്റ് ചവറ് പുസ്തകങ്ങളോ നോവലുകളോ വായിച്ച് സമയം കളയേണ്ട കാര്യമില്ല. ആധുനിക ശാസ്ത്രം പഠിക്കണമെങ്കിൽ ശാസ്ത്രലേഖനങ്ങൾ പഠിക്കണം. ക്വാണ്ടം ഫിസിക്സ് വരെ നീണ്ടു നിൽക്കുന്ന ശാസ്ത്രത്തിൻ്റെ അതിഗംഭീരമായ നിയമങ്ങൾ, അത്ഭുതകരമായ തിയറികൾ നമ്മളത് അറിഞ്ഞിരിക്കണം എന്താണെന്ന്. അനേക ബുക്കുകൾ ഇറങ്ങുന്നുണ്ട് ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ചും അതിന് താഴോട്ടും മുകളിലോട്ടുമുള്ള പല വിഷയങ്ങളെക്കുറിച്ച്. മലയാളത്തിലും ഇംഗ്ലീഷിലും ധാരാളം ബുക്സ് കിട്ടും. അത് നിശ്ചയമായിട്ടും പഠിച്ചിരിക്കണം. പഴയ മഹാഭാരതവും രാമായണവും നല്ലതാണെങ്കിലും അത് പഠിച്ചാൽ, അത് കൂടുതൽ ഗ്രഹിക്കാൻ ശ്രമിച്ചാൽ അത് പോരാ. കാലത്തിനനുസരിച്ച് കോലം കെട്ടണമല്ലോ. പുതിയ ശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ച് ആവറേജ് ധാരണ, അടിസ്ഥാന അറിവെങ്കിലും നമുക്കുണ്ടാവണം, നിർബന്ധമാണത്. അതിനുള്ള ബുക്സുണ്ട്, ധാരാളം പ്രഭാഷണങ്ങൾ യൂട്യൂബിൽ കിട്ടുന്നുണ്ട്. ഇങ്ങനെ അവയെല്ലാം നന്നായിട്ട് പഠിക്കണം, കേൾക്കണം, മനസ്സിലാക്കാൻ ശ്രമിക്കണം. പഠിച്ചവരുടെ സഹായം ആവശ്യമെങ്കിൽ തേടണം. ഇതൊരാവശ്യമാണ് പുതിയ കാലത്ത്. ഒത്തിരി പുറകോട്ട് പോകല് ഒരാളും. ഓക്കെ.